ആശയത്തിന് വേണ്ടി ജീവൻ കളയാനും ജീവൻ എടുക്കാനും വേണ്ടി ആൾക്കാർ പോയി എന്ന് പറഞ്ഞിട്ട് ഈ പ്രബുദ്ധ കേരളത്തിൽ നാളെ പോയി എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിച്ചില്ല. ഇതിന്റെ വേരെവിടെ അറക്കും? എങ്ങനെ വേറെ എവിടെ ഇറക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി തീവ്രമായ നിലപാടുകളൊക്കെ പറയേണ്ടി വരും പ്രദീപ് പിള്ള. കാരണം ഒന്ന്, ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിനാണ് കേരളം ഉത്തരം കണ്ടെത്തേണ്ടത്. എവിടെ നിന്നാണ് കാഫറുകളെ കൊല്ലാനുള്ള പ്രേരണ കിട്ടുന്നത്? എവിടെയാണ് ഇസ്ലാം മതം വിട്ടുപോകുന്നവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന ചിന്ത വരുന്നത്? അത് എവിടെയാണ് പഠിപ്പിക്കപ്പെടുന്നത്? എൻ്റെ ഒരു സംശയമാണ്. കാരണം കേരളത്തിലെ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ പുറത്തു വരുന്ന ചില വാർത്തകൾ, പുറത്തു വരുന്ന ഇപ്പോൾ ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ പോഡ്കാസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഏതെങ്കിലും മദ്രസകളിൽ ഈ പറയുന്ന രീതിയിൽ ഇസ്ലാം വിട്ടുപോകുന്നവനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യമാണ്. എനിക്കറിയില്ല. ഉണ്ട് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടേ? ഏതെങ്കിലും മദ്രസകളിൽ കാഫറുകളെ ഇല്ലാതാക്കണമെന്ന പഴയ വചനം അത് വീണ്ടും ആവർത്തിച്ച് പറയപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതില്ലാതാക്കണ്ടേ? ഇത്തരം ചോദ്യങ്ങൾക്ക്, ഇത്തരം പരിഷ്കാരങ്ങൾക്ക് മുസ്ലിം സമൂഹമടക്കം ഇറങ്ങിത്തിരിക്കാതെ ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല. ഈ പറഞ്ഞ മദ്രസ പഠനത്തിനടക്കമുള്ള കാര്യങ്ങളിലെ എൻ്റെ അഭിപ്രായങ്ങൾ ആരിഫ് ഹുസൈൻ തെരുവത്ത് പോലെയുള്ള ആളുകളുടെ പോഡ്കാസ്റ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടായെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ശരിയാണെങ്കിൽ അവയിൽ നിന്ന് തുടങ്ങണം മാറ്റം. അവയിൽ നിന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ ജിഹാദി മനസ്ഥിതി ഈ പറയുന്ന കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്ന ഒരു എക്കോസിസ്റ്റത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ കേരളത്തിലെ ഈ പറയുന്ന ജിഹാദി സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇടത് വലത് രാഷ്ട്രീയ സിസ്റ്റത്തെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.